ഇത് ചെന്നൈയിലെ റമദ പ്ലാസ ഹോട്ടൽ. അതിഗംഭീരമായൊരു ഹോട്ടലാണ്. മിതമായ നിരക്കുള്ള ഹോട്ടൽ. പുതിയൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ ഇന്നുൾപ്പെടെ 4 ദിവസങ്ങൾ ഇവിടെയാണ് താമസിച്ചത്. ഗംഭീരമായൊരു വൈബുള്ള പോസിറ്റീവ് എനർജി തരുന്ന ഒരിടം. പകൽ മുഴുവൻ ചെന്നൈയുടെ ചുട്ടുപഴുത്ത വെയിലിലൂടെ അലഞ്ഞു നടന്നാണ് ഷൂട്ട്. പക്ഷേ രാത്രി ഒരു 8 മണി കഴിയുമ്പോൾ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുന്നതോടെ പിറ്റേന്ന് രാവിലെ വളരെ ഫ്രഷായി പുറത്തിറങ്ങാൻ ഈ ഹോട്ടലാണ് സഹായിക്കുന്നത്. ഇനിയും വന്നാൽ താമസിക്കാൻ ഇടയുള്ള റമദ പ്ലാസയിൽ നിന്ന് ഞാൻ ചെക്കൗട്ട് ചെയ്തിറങ്ങി. ഇത് രാജു. രാജു ഇന്ന് സിറ്റിയിലെ പല കാഴ്ചകളിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. സെന്നിയും പിറകിലുണ്ട്. ഈ നഗരത്തിലെ കൗതുകകരമായ ചില കാഴ്ചകളിലേക്കാണ് ഇന്ന് പോകുന്നത്. നമുക്ക് നൊസ്റ്റാൾജിയുള്ള സ്ഥലങ്ങളായിരിക്കാം അതിൽ പലതും. ചെന്നൈ നഗരം അതിന്റെ തിരക്കുകളിലേക്ക് ഉണർന്നു കഴിഞ്ഞു. നിരത്തുകളിൽ വാഹന തിരക്ക് തുടങ്ങി. ഇതിവിടുത്തെ അണ്ണാ യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റി. ഒട്ടേറെ മലയാളികളും ഈ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. ബീച്ച് ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അണ്ണാ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഈ ഭാഗം വൃക്ഷനിബിഡമാണ്. വലതുവശത്ത് അങ്ങകലെ കാണുന്ന ആ കെട്ടിടങ്ങൾ പഴയ സത്യ സ്റ്റുഡിയോ ആണ്. ഒരു കാലത്ത് സത്യ സ്റ്റുഡിയോ വളരെ പ്രശസ്തമായിരുന്നു. MGRന്റെ ഭൂരിഭാഗം സിനിമകളും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. MGRന്റെ സ്വന്തം സ്റ്റുഡിയോ ആയിരുന്നു സത്യ സ്റ്റുഡിയോ. MGRന്റേത് കൂടാതെ 100 കണക്കിന് സിനിമകളും ചിത്രീകരിച്ച ഒരു സ്ഥലം. പക്ഷേ ഇന്ന് അതിന്റെ ഗതി മാറി. ഡോക്ടർ MGR ജാനകി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഫോർ വിമൻ എന്ന വിദ്യാഭ്യാസ സ്ഥാപനമായി അത് മാറി. അത് കഴിഞ്ഞ് അംബേദ്കർ മണ്ഡപം. അംബേദ്കർക്കുള്ള സ്മാരകമാണ്. ബ്രിട്ടീഷുകാരാണ് നമ്മൾ ഇന്ന് കാണുന്ന ചെന്നൈയുടെ വികസനത്തിന് അടിത്തറയിട്ടത്. അതിനു മുൻപ് പല്ലവരും ചോളന്മാരും വിജയനഗര സാമ്രാജ്യവുമൊക്കെ പ്രത്യേക ശ്രദ്ധ നൽകിയ പ്രദേശമാണിത്. വിജയനഗര സാമ്രാജ്യകാലത്ത് കാലഹസ്തി എന്ന നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇവിടമെല്ലാം. ചെന്നപ്പ നായക എന്ന നാട്ടുരാജാവ് ഈ പ്രദേശം ഭരിക്കുമ്പോഴാണ് 17-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരപ്രദേശത്ത് ഒരു ഫാക്ടറിയും ഗോഡൌണും സ്ഥാപിക്കാൻ അവകാശം നേടിയെടുക്കുന്നത്. ചെന്നപ്പ നായക നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ചെന്നൈ എന്ന സ്ഥലനാമമുണ്ടാകുന്നത്. നമ്മൾ ബീച്ച് റോഡിലേക്കെത്തി. ഇതിവിടുത്തെ വിവേകാനന്ദ ഹൗസും വിവേകാനന്ദ കൾച്ചറൽ സെന്ററും ചേർന്ന കോംപ്ലക്സ് ആണ്. ആദ്യം വിവേകാനന്ദ ഹൗസ്, പിന്നെ കൾച്ചറൽ സെന്റർ. അത് കഴിയുമ്പോഴേക്കും മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ മെൻസ് ഹോസ്റ്റലുകളുടെ സമീപത്തേക്ക് എത്തുന്നു. യൂണിവേഴ്സിറ്റിയുടെ വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലുകൾ. ബീച്ച് റോഡിലൂടെ പോകുമ്പോൾ വലതുവശത്ത് കടലാണ്. ഇടതുവശത്ത് ചരിത്രമുറങ്ങുന്ന മന്ദിരങ്ങളും. നിരവധി ചരിത്ര സ്ഥാപനങ്ങളുണ്ട് ഇവിടെയെല്ലാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പല കെട്ടിടങ്ങളുണ്ട്. അതെല്ലാം കടന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ആസ്ഥാനത്തിനടുത്തെത്തുന്നു. അത് കഴിയുമ്പോൾ പ്രസിഡൻസി കോളേജിന്റെ ക്യാമ്പസാണ് ഇടതുവശത്ത്. അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു പ്രദേശം. ഇതാണ് പ്രസിഡൻസി കോളേജിന്റെ കവാടം. 1840-ൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ് പ്രസിഡൻസി കോളേജ്. ലോകത്താദ്യമായി ശാസ്ത്രീയവും ആധുനികവുമായി മലയാള ഭാഷാ പഠന വിഭാഗം ആരംഭിച്ചത് ഇവിടെയാണ്. മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്ന പുരാതന കെട്ടിടങ്ങൾ. കാര്യം ഇത്രയും ചരിത്രമുള്ള കോളേജാണെങ്കിലും ഇതിന്റെ ഒന്നും മുന്നിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധ കൊടികളും പോസ്റ്ററും കൊണ്ട് വൃത്തികേടാക്കിയിരിക്കുന്നത് നിങ്ങൾ കാണില്ല. ആ പരിപാടി കേരളത്തിൽ മാത്രമേയുള്ളൂ. ഇപ്പോൾ എത്തുന്നത് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും PWDയുടെയും ഒക്കെ ആസ്ഥാന മന്ദിരങ്ങൾക്കടുത്തേക്കാണ്. കണ്ടാൽ ഒരു യൂണിവേഴ്സിറ്റിയാണെന്ന് തോന്നും. ഇതാണ് തമിഴ്നാട് PWDയുടെ ആസ്ഥാനം. അത് കഴിഞ്ഞു ചെല്ലുമ്പോൾ ആ കാണുന്നതാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം. 1857-ൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച മദ്രാസ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകളിലൊന്ന്. നമ്മുടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ വിദ്യാർത്ഥി സംഘടനകളുടെയും അധ്യാപക സംഘടനകളുടെയും കൊടിതോരണങ്ങളും മുദ്രാവാക്യങ്ങളും ഇല്ലാതെയുണ്ടാകുമോ? ഇവിടം കാണുക, എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ തമിഴരെ കണ്ടുപിടിക്കണം. കലാലയം എങ്ങനെയായിരിക്കണമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇതെല്ലാം. അത് കഴിയുമ്പോൾ കാർ നേപ്പിയർ ബ്രിഡ്ജിലേക്ക് കയറുന്നു.
നേപ്പിയർ ബ്രിഡ്ജ് കൂവം നദിക്ക് കുറുകെയുള്ള പാലമാണ്. ചെന്നൈ നഗരത്തിന്റെ മാലിന്യവാഹിനിയാണ് കൂവം നദിയെന്ന് പറയാം. നദി കടക്കുമ്പോൾ നേരെ മുന്നിൽ ഒരു ഗേറ്റ് കാണുന്നു. തമിഴ്നാട് നിയമസഭയുടെ ഡയമണ്ട് ജൂബിലിയുടെ സ്മാരകമായി പണിത കവാടമാണത്. അത് കഴിഞ്ഞ് മുന്നോട്ടു പോകുമ്പോൾ ഒരിടത്ത് ഒരു സ്മാരകവും അതിനു മുൻപിൽ ദേശീയ പതാകയും ഒക്കെ കാണാം. വിക്ടറി വാർ മെമ്മോറിയലാണത്. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ നേടിയ വിജയത്തിന്റെ പ്രതീകമായി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ് വിക്ടറി വാർ മെമ്മോറിയൽ. യുദ്ധങ്ങളിൽ മരിച്ച മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നുള്ളവർക്കുള്ള സ്മാരകം കൂടിയാണത്. അതിനെ ഒന്ന് ചുറ്റിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അത് കഴിഞ്ഞു ചെല്ലുമ്പോൾ ഇടതുവശത്ത് ഒരു കോട്ട കാണാം. വലിയ ഉയരമൊന്നുമില്ല. ഫോർട്ട് സെന്റ് ജോർജിന്റെ ഭാഗങ്ങളാണിത്. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭരണസിരാകേന്ദ്രം. ഇന്നാകട്ടെ തമിഴ്നാടിന്റെ ഭരണസിരാകേന്ദ്രവും ആ കോട്ടയ്ക്കുള്ളിലാണ്. അതിനുള്ളിലാണ് നിയമസഭാ ഹാളും സെക്രട്ടേറിയറ്റുമെല്ലാം ഉള്ളത്. ഇതാണ് ആ കെട്ടിടങ്ങൾ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത്രയൊക്കെയേ കാണാനാവൂ. ഫോർട്ട് സെന്റ് ജോർജിന്റെ ഒരു ഭാഗവും കൊടിമരവുമൊക്കെ ഈ വഴിയെ പോകുമ്പോൾ കാണാം. അതിനുള്ളിൽ കയറാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അകത്ത് കയറി. പക്ഷേ ആകെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് ഈ പള്ളി മാത്രമാണ്. സെന്റ് മേരീസ് CSI പള്ളി. 1680 പണിത പള്ളിയാണിത്. കോട്ടയ്ക്കകത്തെ ഏറ്റവും പഴയ നിർമ്മിതിയായ സെന്റ് മേരീസ് പള്ളി മാത്രം ഷൂട്ട് ചെയ്യാൻ അനുവാദം കിട്ടി. കോട്ടയ്ക്കുള്ളിലെ സെക്രട്ടേറിയറ്റും അസംബ്ലി മന്ദിരവുമൊന്നും ഷൂട്ട് ചെയ്യരുതെന്നാണ് നിർദ്ദേശം. മുറ്റത്തേക്ക് കയറുമ്പോൾ നിലത്ത് 1700കളിലൊക്കെ മരിച്ച ആളുകളുടെ സ്മാരക ഫലകങ്ങൾ കാണാം. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണത്. ചരിത്ര ഫലകങ്ങൾ. കൂറ്റൻ മരങ്ങളുടെ വേരുകൾ മുകളിലൂടെ വളർന്ന് അതിനെയൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം ഇവിടെ ചെലവഴിക്കാനുണ്ടെങ്കിൽ ഇത് മുഴുവൻ വായിച്ച് നമുക്ക് ചരിത്രത്തിലൂടെ ഒരു പിന്നടത്തമാവാം. 1680 പൂർത്തിയായതാണ് സെന്റ് മേരീസ് ചർച്ച്. ഇന്ത്യയിലെ മാത്രമല്ല സൂയസ് കനാലിന് കിഴക്കുള്ള ഏറ്റവും പഴയ പള്ളി. പള്ളി നിർമ്മിക്കുന്നതിന് മുൻപ് അന്ന് മദ്രാസിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ ഒരു ഫാക്ടറി ഗോഡൌണിലെ ഒരു മുറിയിലാണ് പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയിരുന്നത്. പിന്നീട് അവരിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് ഒരു പള്ളി പണിയാൻ തീരുമാനിക്കുകയായിരുന്നു. അന്നത്തെ മദ്രാസ് ഗവർണർ ഉൾപ്പെടെയുള്ളവർ സംഭാവന നൽകിയ പണം ഉപയോഗിച്ചാണ് പള്ളി പണിതത്. ഇതിന്റെ ആർക്കിടെക്ട് ആരായിരുന്നെന്ന് വ്യക്തമായ വിവരമില്ല. ഫോർട്ട് സെന്റ് ജോർജിലെ മാസ്റ്റർ ഗണ്ണറായിരുന്ന എഡ്വേർഡ് ഫോൾ, ചീഫ് ഗണ്ണറായിരുന്ന വില്യം ഡിക്സൺ എന്നിവരിൽ ആരെങ്കിലുമാകാം പള്ളി രൂപകൽപ്പന ചെയ്തതെന്നാണ് കരുതപ്പെടുന്നത്. പള്ളിയുടെ അൽത്താരയിൽ ഒരു പെയിന്റിംഗ് ഉണ്ട്. അന്ത്യത്താഴത്തിന്റെ ചിത്രം. പോണ്ടിച്ചേരി ആക്രമിച്ച ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരിൽ നിന്നും പിടിച്ചെടുത്തതാണ് ഈ ചിത്രം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിരവധി പ്രമുഖരെ സംസ്കരിച്ച പള്ളി കൂടിയാണിത്. ഇത് മദ്രാസ് ഗവർണറായിരുന്ന സർ തോമസ് മൺറോയുടെ സ്മാരക ഫലകമാണ്. വൈസ് അഡ്മിറൽ സാമുവൽ ഹുഡിന്റെ ഭൗതിക അവശിഷ്ടങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ബ്രിട്ടനിലെ ബാത്ത് പ്രദേശത്തെ പ്രഭുവായിരുന്നു സാമുവൽ ഹുഡ്. അങ്ങനെ പല പ്രമുഖരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഈ പള്ളിയിൽ അടക്കം ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ മാർബിൾ ഫലകങ്ങളായി സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇത് മേജർ ജനറൽ തോമസ് കോൺവേയാണ്. 1837 മരിച്ച അദ്ദേഹത്തിന്റെ സ്മാരകത്തിൽ സോൾജിയേഴ്സ് ഫ്രണ്ട് കോൺവേ അഡ്ജുറ്റന്റ് ജനറൽ 13 മെയ് 1837 എന്നെഴുതി വച്ചിരിക്കുന്നു. അതുപോലെ നിരവധി പ്രശസ്തരുടെ സ്മാരകശിലകൾ. ഇന്ത്യ ഒരു കാലത്ത് ഭരിച്ച വമ്പന്മാരിൽ പലരുടെയും ഭൗതികാവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. ആധുനികമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ സംഭാവന നൽകിയവരാണ് ഇതിൽ മിക്കവരും. അവരെക്കുറിച്ചുള്ള ചെറുതും വലുതുമായ കുറിപ്പുകൾ ഫലകങ്ങളിലുണ്ട്. പള്ളിക്കകത്തെ ബെഞ്ചുകൾ പോലും രസകരമാണ്. ചൂരൽ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഏതാണ്ട് 1 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്ന് തോന്നുന്ന ബെഞ്ചുകൾ. ഇതിലൊക്കെ എത്രയോ സായിപ്പുമാർ ഇരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ടാവാം. ചരിത്രത്തിൽ ഇടം നേടിയ എത്രയോ വ്യക്തികൾ ഇതിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം. ആ ഓർമ്മകളിലൂടെ ഞാൻ പള്ളിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995442222 എന്ന നമ്പറിലേക്ക്
സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പാതയോരത്ത് അക്കാണുന്നത് ഫോർട്ട് മ്യൂസിയമാണ്. ഇക്കാണുന്നതാകട്ടെ ചെന്നൈ പോർട്ടിന്റെ ആസ്ഥാനവും. റാഡോം എന്നറിയപ്പെടുന്ന റഡാർ ഡോമാണ് അതിനു മുകളിൽ. ഇതാണ് ചെന്നൈയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന മന്ദിരം. അങ്ങനെ ഓടി ഞങ്ങൾ പാരീസ് കോർണറിലേക്കെത്തി. ചെന്നൈയിൽ പാരീസ് എന്നറിയപ്പെടുന്ന സ്ഥലം, പാരി ആൻഡ് കമ്പനിയുടെ ആസ്ഥാന മന്ദിരം. അത് കഴിഞ്ഞാൽ തമിഴ്നാട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ആസ്ഥാനം, അതിനപ്പുറം LIC ബിൽഡിംഗ്. അങ്ങനെ കുറെ പ്രമുഖ സ്ഥാപനങ്ങൾ ഈ പാരീസ് കോർണറിലുണ്ട്. പാരീസാണ് ഇവിടുത്തെ പഴയൊരു ജംഗ്ഷൻ എന്ന് പറയാം. അതിന്റെ നേരെ എതിർഭാഗത്താണ് മദ്രാസ് ഹൈക്കോടതി. ഒരു ക്ലാസിക് മന്ദിരമാണ് മദ്രാസ് ഹൈക്കോടതിയും. കല്ലുകൊണ്ടും ചുടുകട്ട കൊണ്ടും പണിത ഗംഭീര നിർമ്മിതി. ബ്രിട്ടീഷുകാർ 1888 മുതലുള്ള 4 വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് മദ്രാസ് ഹൈക്കോടതി മന്ദിരം. ഇൻഡോ സാർസനിക് ശൈലിയിലുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ പ്രമുഖനായിരുന്ന ഹെൻറി ഇർവിനായിരുന്നു അതിന്റെ ആർക്കിടെക്ട്. ഇതാണ് അതിന്റെ പ്രധാന എൻട്രൻസ്. അതിൽ നവീകരണം നടക്കുകയാണ്. ഇതൊക്കെയാണ് കലാബോധം. പഴയതിനെ പഴയ രീതിയിൽ തന്നെ സംരക്ഷിച്ചു നിർത്തുന്ന ബൗദ്ധിക നിലവാരത്തിലേക്ക് തമിഴൻ മാറിക്കഴിഞ്ഞു. നമ്മളാകട്ടെ പഴയതിലെല്ലാം ഏച്ചുകെട്ടൽ നടത്തിയും കോൺക്രീറ്റ് കൊണ്ട് പണിതും വൃത്തികേടാക്കുന്ന തിരക്കിലുമാണ്. ഈ മദ്രാസ് ഹൈക്കോടതി ഇടയ്ക്കിടയ്ക്ക് ചില വിവാദ ഉത്തരവുകൾ ഇറക്കാറുണ്ട്. അങ്ങനെയും വാർത്തകളിലൂടെ ഇതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ബീച്ച് റോഡിൽ കൂടി തന്നെ നേരെ മുന്നോട്ടു പോകുമ്പോൾ ഇവിടെ പഴയൊരു ബ്രിട്ടീഷ് കെട്ടിടം കാണാം. SBIയുടെ ചെന്നൈയിലെ മെയിൻ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് ഇതിലാണ്. കൊട്ടാരം പോലുള്ള വലിയൊരു കെട്ടിടം. അത്തരത്തിൽ പുരാതനമായ നിരവധി കെട്ടിടങ്ങൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ കാണാം. ഈ കാണുന്നത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് പോസ്റ്റ് ഓഫീസുകൾ ഒരു പ്രധാന സ്ഥാപനമായിരുന്നു. ആഢ്യത്വം പ്രതിഫലിക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളാണ് അതിനായി അവർ എല്ലായിടത്തും പണിതത്. പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ടു പോകുമ്പോൾ അതുപോലെ തന്നെ ചരിത്രമുള്ള പുരാതന മന്ദിരങ്ങൾ പലതും കാണാം. ചിലതൊക്കെ വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തിനു ശേഷം 60കളിലും 70കളിലുമൊക്കെ പണിത ചില മന്ദിരങ്ങൾ. ഇതെല്ലാം ഇടകലർന്നാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞു ചെല്ലുന്നത് ഒരു ക്ലാസിക് മന്ദിരത്തിന്റെ മുന്നിലേക്കാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു നിർമ്മിതി തന്നെയാണ്. ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിംഗ് കോർപ്പറേഷൻ ബിൽഡിംഗ്. ബ്രിട്ടീഷുകാരുടെ ഒരു ബാങ്കായിരുന്നല്ലോ HSBC. അത് പിന്നിടുമ്പോൾ കസ്റ്റംസ് ഹൗസിന്റെ മുന്നിലേക്കെത്തുന്നു. കസ്റ്റംസ് ഹൗസ് ഇവിടെ തന്നെ വരാൻ കാരണമുണ്ട്. ഇവിടം പോർട്ട് ഏരിയയാണ്. അത് കഴിഞ്ഞ് കൂടുതൽ മുന്നോട്ട് പോകും തോറും ചെന്നൈയുടെ നോർത്തേൺ ഭാഗത്തേക്ക് എത്തുകയാണ്. അതായത് ഒരു കാലത്ത് നഗരം ഇവിടെയായിരുന്നു രൂപം കൊണ്ടത്. ഈ ഭാഗമായിരുന്നു ചെന്നൈയിലെ ഏറ്റവും കൺജസ്റ്റഡ് ആയതും ഏറ്റവും തിരക്കേറിയതും ഏറ്റവും പുരാതനമായതുമായ പ്രദേശം. ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റികളും തിങ്ങിപ്പാർക്കുന്നുണ്ട്. നോർത്ത് ചെന്നൈ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ലോകമാണ്. കുറച്ച് അധോലോകവും ഇടുങ്ങിയ തെരുവുകളുമൊക്കെയുള്ള ഒരു പ്രദേശം. അവിടെ നിന്ന് ഒരു യൂടേൺ എടുത്തു. ഇപ്പോൾ ഇടതുവശത്ത് പോർട്ടിന്റെ ഭാഗമായ വമ്പൻ ടാങ്കുകളും മറ്റും കാണാം. കെമിക്കൽസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന ടാങ്കുകളാണ്. അപ്പുറം കാണുന്നത് ചെന്നൈ പോർട്ടിന്റെ കണ്ടെയ്നർ യാർഡാണ്. ഞങ്ങൾ ഈ പോകുന്ന റോഡിനും പോർട്ടിനും ഇടയ്ക്കുകൂടി ഒരു റെയിൽവേ ലൈനും പോകുന്നുണ്ട്. 2000 വർഷം മുൻപ് മുതൽ തന്നെ സജീവമായിരുന്നു ഇവിടുത്തെ തുറമുഖം. പല്ലവ, പാണ്ഡ്യ, ചോള, വിജയനഗര സാമ്രാജ്യങ്ങളുടെ കാലത്തെല്ലാം വളരെ പ്രാധാന്യമുണ്ടായിരുന്ന തുറമുഖം. ഇവിടെ റോഡിനു മുകളിൽ പന്തലിട്ടിരിക്കുന്നു. എന്താണ് കാര്യമെന്ന് രാജുവിനോട് ചോദിച്ചു. ഇത് വേനൽക്കാലത്ത് ഇവിടെയുള്ളൊരു പരിപാടിയാണ്. തണലിനു വേണ്ടി ഒരു താൽക്കാലിക സംവിധാനം. ബൈക്കേഴ്സ് ആയിരിക്കുമല്ലോ എപ്പോഴും സിഗ്നൽ ലൈറ്റിന് ഏറ്റവും അടുത്തുപോയി കാത്തു നിൽക്കുക. അങ്ങനെ സിഗ്നൽ കാത്തുകിടക്കുമ്പോൾ ബൈക്കിൽ പോകുന്നവർക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി സിഗ്നലിന് അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ പന്തലിടുന്നു. പന്തൽ ചുവട്ടിൽ ബൈക്കുകാർക്ക് വെയിൽ ചൂടേൽക്കാതെ കാത്തുനിൽക്കാം. കോർപ്പറേഷൻ അധികൃതർ ചെയ്യുന്നതാണിത്. സിഗ്നൽ കടന്ന് ഞങ്ങൾ ഒരു റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്കെത്തി. ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനാണിത്. അതും ഒരു ചരിത്രമുള്ള കെട്ടിടമാണ്. 1928 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്റ്റേഷൻ. ബീച്ച് റോഡാണിത്. ഇടതുവശത്ത് ഈ കാണുന്നത് പ്രസിദ്ധമായ ബർമ ബസാറാണ്.
ഏതാണ്ട് 1.5 മീറ്റർ മാത്രം വീതിയുള്ള നൂറുകണക്കിന് കടകൾ റോഡിന് സമാന്തരമായി ഇങ്ങനെ പണിതുവച്ചിരിക്കുന്നു. ബീച്ച് റോഡിലെ ബർമ ബസാർ ഒരു കാലത്ത് അല്പം കുപ്രസിദ്ധമായിരുന്നു. കള്ളക്കടത്ത് സാധനങ്ങളുടെ വിൽപ്പന നടത്തിയിരുന്നതിനാലാണത്. 2015 വരെയും ആ കച്ചവടം ഇവിടെ സജീവമായിരുന്നു. ഇപ്പോൾ മൊബൈൽ കടകളാണ് കൂടുതലും. 80കളിലും 90കളിലുമൊക്കെ VCR, VCP, ഫോറിൻ വാച്ചുകൾ, കാൽക്കുലേറ്റർ, ടോർച്ച്, പെർഫ്യൂമുകൾ, ഇങ്ങനെ എന്തും ഏതും കിട്ടുന്നൊരു സ്ഥലമായിരുന്നു അത്. വീണ്ടും ഞങ്ങൾ തെക്കോട്ട് യാത്ര ചെയ്യുകയാണ്. വന്ന വഴിയിലൂടെ തന്നെയുള്ള മടക്കം. റോഡിന്റെ വശങ്ങളൊക്കെ മനോഹരങ്ങളായ ഉദ്യാനങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി വിക്ടറി വാർ മെമ്മോറിയലിന്റെ മുന്നിലേക്കെത്തുന്നു. ചെന്നൈയിലെ ഏറ്റവും പ്രമുഖമായ യുദ്ധസ്മാരകം. ഇതിന്റെ മറുഭാഗത്തു കൂടിയാണ് കുറച്ചു മുൻപ് ഞങ്ങൾ കടന്നുപോയത്. അത് കഴിയുമ്പോൾ തമിഴ്നാട് നിയമസഭ ഡയമണ്ട് ജൂബിലി മെമ്മോറിയൽ കൊമമറേറ്റീവ് ആർച്ച്. അത് പിന്നിട്ട് വീണ്ടും കൂവം നദിക്ക് കുറുകെയുള്ള നേപ്പിയർ ബ്രിഡ്ജ് കടക്കുന്നു. വൺ വേ സിസ്റ്റത്തിൽ 2 വശത്തേക്കും 2 പാലങ്ങളുണ്ട് നേപ്പിയർ ബ്രിഡ്ജിൽ. പാലം പിന്നിട്ട് പിന്നെയും ചെല്ലുമ്പോൾ ഇടതുവശത്ത് അണ്ണാദുരൈയുടെയും കരുണാനിധിയുടെയും സ്മാരകങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അത് പോയി കണ്ടതാണ്. അവിടം പകൽ നേരത്ത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ MGRന്റെയും ജയലളിതയുടെയും സ്മാരകങ്ങളിലേക്കുള്ള കവാടം. വീണ്ടും പോകുമ്പോൾ മുന്നിൽ റോഡിൽ ഒരു കവാടം കാണാം. അത് MGRന്റെ സെന്റിനറി ആർച്ചാണ്. MGRന് 100 വയസ്സ് പൂർത്തിയായപ്പോൾ പണിത ആർച്ച്. അത് പിന്നിട്ട് യാത്ര തുടർന്നു. ഇപ്പോൾ ഇടതുവശത്ത് മറീന ബീച്ചാണ്. ബീച്ചിന്റെ റോഡിനോട് ചേർന്ന ഭാഗമൊക്കെ അടുത്ത കാലത്ത് ലാൻഡ്സ്കേപ്പ് ചെയ്ത് മാർബിളൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. മറീന ബീച്ച് ഏറെ ചരിത്രമുള്ള ഒരു സ്ഥലമാണ്. ബീച്ചിന് മുന്നിലെ ഈ ഭാഗം കാമരാജ് പ്രൊമനേഡ് എന്നറിയപ്പെടുന്നു. അതിമനോഹരമായി ഒരുക്കിയ നടവഴിയും ഉദ്യാനവുമെല്ലാം. ചെമ്പകമരങ്ങളും പൂച്ചെടികളും പുൽമേടും. നടവഴികൾ നല്ല വൃത്തിയോടെ കിടക്കുന്നു. കാമരാജ് പ്രൊമനേഡ് അതിഗംഭീരമാണ്. 7 കിലോമീറ്റർ നീളമുണ്ട് കാമരാജ് ശാലൈ എന്ന പ്രാദേശികമായി അറിയപ്പെടുന്ന ഈ പ്രൊമനേഡിന്. ഈ മറീന ബീച്ച് രാഷ്ട്രീയത്തിന്റെ ഒത്തിരി കോളിളക്കങ്ങളും സമ്മേളനങ്ങളും കണ്ട സ്ഥലമാണ്. DMKയുടെ രൂപീകരണ സമ്മേളനം, അണ്ണാ DMKയുടെ ഉദയം, MGRന്റെ രാഷ്ട്രീയ പ്രവേശം, MGR, കരുണാനിധി, അണ്ണാദുരൈ, ജയലളിത തുടങ്ങിയ പല പ്രമുഖരുടെയും മൃതദേഹവുമായുള്ള വിലാപയാത്രകൾ, അങ്ങനെ പലതും. ഇപ്പോഴും ചെന്നൈയിലെ വലിയ രാഷ്ട്രീയ സമ്മേളനങ്ങളെല്ലാം നടക്കുക മറീന ബീച്ചിലാണ്. മറീന ബീച്ച് അവസാനിക്കുന്നത് മത്സ്യബന്ധന തൊഴിലാളികളുടെ വള്ളങ്ങൾ നിരത്തിവച്ചിരിക്കുന്ന ഒരു ഭാഗത്താണ്. പണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ചേരിപ്പുരകളായിരുന്നു ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. അതെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് അപ്പാർട്ട്മെന്റ്സ് പണിതിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സർക്കാർ പണിതുകൊടുത്തിരിക്കുന്ന അപ്പാർട്ട്മെന്റുകളാണ്. ഈ ഭാഗം നൊച്ചിക്കുപ്പം ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. കടൽ തീരത്ത് 100 കണക്കിന് വള്ളങ്ങളും വലകളും താൽക്കാലിക ഷെഡുകളും ഒക്കെ കാണാം. മത്സ്യബന്ധന തൊഴിലാളികൾ പുലർച്ചെ കടലിൽ പോയി വന്നിരിക്കുന്നു. വലതുവശത്ത് കാണുന്നത് ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വേണ്ടി അടുത്ത കാലത്ത് പണിത ഒരു ഫിഷ് മാർക്കറ്റാണ്. ഫിഷ് മാർക്കറ്റിന് മുന്നിൽ ഞാൻ കാറിൽ നിന്നിറങ്ങി. നൊച്ചിക്കുപ്പം ബീച്ചിലേക്ക് ഒന്നിറങ്ങാം. വിശാലമായ ബീച്ചാണ്. നിരവധി ഫിഷിംഗ് ബോട്ടുകൾ അധ്വാനമെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഈ നൊച്ചിക്കുപ്പം ബീച്ചിനൊരു പ്രത്യേകതയുണ്ട്. 2004 സുനാമിയിൽ തിരകൾ അടിച്ചുകയറി വലിയ നാശനഷ്ടമുണ്ടായ പ്രദേശമാണിത്. നിരവധി വള്ളങ്ങൾ ഒഴുകിപ്പോകുകയും തകരുകയും ഒക്കെ ചെയ്തു. നൊച്ചിക്കുപ്പം ബീച്ചിന്റെ അങ്ങേയറ്റം മറീന ബീച്ചാണ്. മറീന ബീച്ചിന്റെ തെക്കേയറ്റമാണ് നൊച്ചിക്കുപ്പം എന്നും പറയാം. 24 മണിക്കൂറും ആളുകൾക്ക് പ്രവേശിക്കാവുന്ന ബീച്ചാണിത്. 2015 ചെന്നൈ പ്രളയത്തിലും ഇവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അലയടിക്കുന്ന ബംഗാൾ ഉൾക്കടൽ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച ഇതാണ്. 1-2 പേർ ഇങ്ങനെ മണലിൽ കൂടി എന്തോ തെരഞ്ഞു നടക്കുന്നു. ഇവരുടെ വല്ലതും നഷ്ടപ്പെട്ടതാണോ അതോ വേറെ ആരുടേതെങ്കിലും നഷ്ടപ്പെട്ടത് അന്വേഷിക്കുകയാണോ എന്നറിയില്ല. കുറെ നേരമായി ഈ 2-3 ചെറുപ്പക്കാർ മണലിൽ ഇങ്ങനെ തപ്പി നടക്കുന്നു. കടൽ കൊണ്ടുപോയതെന്തോ തിരിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കും പോലെ. ബംഗാൾ ഉൾക്കടലാണിത്. ഇതിന്റെ നേരെ മറുവശത്ത് മ്യാൻമറിന്റെയും തായ്ലാന്റിന്റെയും തീരങ്ങളാണ്.
2004 ഇന്തോനേഷ്യയുടെ സുമാത്രയിൽ നിന്നും പുറപ്പെട്ട സുനാമി നേരെ ഇവിടെ വന്ന് അടിച്ചു കയറുകയായിരുന്നു. ഞാൻ ആ മണൽപ്പരപ്പിലൂടെ നടന്നു. നൂറുകണക്കിന് വള്ളങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന തീരമാണ് നൊച്ചിക്കുപ്പം ബീച്ച്. മത്സ്യബന്ധനം കഴിഞ്ഞു വന്നവർ വലകൾ ഇങ്ങനെ കിഴികെട്ടി വെച്ചിരിക്കുന്നു. വമ്പൻ വലകളാണ്, നേർത്ത നൂലിന്റെ വലകൾ. ഈ പുറത്ത് കാണുന്നതല്ല വല, അത് വലിയ വലയെ വാരിക്കെട്ടുന്ന സഞ്ചി മാത്രമാണ്. അകത്തുള്ള കണ്ണിൽ പിടിക്കാത്തത്ര നേർത്ത നൂലുകൊണ്ടുണ്ടാക്കിയതാണ് ശരിക്കുമുള്ള വല. മത്സ്യത്തിന്റെ പോലും കണ്ണിൽ പെടില്ല അതെന്ന് തോന്നും. ആയിരക്കണക്കിന് വള്ളങ്ങൾ നിരന്നു നിൽക്കുന്ന ആ തീരത്തെ ചരിത്രമോർത്ത് ഞാൻ അങ്ങനെ നിന്നു. ഇനിയും ഇവിടുത്തെ കുറച്ചു കാഴ്ചകളിലേക്കു കൂടി പോകാനുണ്ട്.